ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് ജോബ് കാർഡ് രജിസ്റ്റർ ചെയ്താണ് കംപ്ലൈൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ഉണ്ട്. പിന്നെ സെൽഫ് ചെക്കപ്പ്, സെൽഫ് വർക്ക് ചെയ്യുള്ള ഹെഡ്ലൈറ്റ് ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട് സ്വിച്ചിൻ്റെ ഭാഗത്ത്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞേക്കണേ. നമ്മൾ വണ്ടി ഓടിച്ച് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക്, ബാക്ക് വീല് തുടങ്ങിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, പുതിയ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ നല്ല ടയറാണ്. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല. വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഇല്ല. നമുക്ക് ടയർ മാറ്റിയിടുമ്പോൾ ഇതേപോലത്തെ ടയർ ഇടാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. കാരണം ഈ ടയർ ഇട്ടതിന് ശേഷം നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, വണ്ടി നല്ല രീതിയിൽ പാളൽ കാണിക്കുന്നുണ്ടാവും. അത് ഈ മോഡൽ ടയർ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലമാണ്. പിന്നീട് മാറ്റിയിടുമ്പോൾ ഈ മോഡൽ ടയർ ഒഴിച്ച് വേറെ ഏത് കമ്പനിയുടെ ഇട്ടാലും, കമ്പനിയുടെ അല്ല മീൻസ് നമുക്ക് ഇതേപോലത്തെ പാറ്റേൺ യൂസ് ചെയ്യാതെ നൈലോ ഗ്രിപ്പ് സാധാ കട്ടയുള്ള മോഡൽ ഇടണമായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത് കുറേ കൂടി കഴിയുന്തോറും പെട്ടെന്ന് പാളൽ കൂടുതൽ കാണിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. കാരണം പിന്നീട് മാറ്റിയിടുമ്പോൾ നോക്കിയാൽ മതി. പിന്നെ നമ്മളതിൻ്റെ ബാക്കിലത്തെ സസ്പെൻഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാക്ക് ഷോക്ക് ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. ഇവിടെ ഓയിലൊക്കെ ലീക്കായിട്ട് ആക്ഷൻ കൂടുതലായിട്ടാണ് കാണിക്കുക. ഇത് നമുക്ക് റീകണ്ടീഷൻ ചെയ്യൽ പോസിബിൾ അല്ല. അതാണ് പറ്റുള്ളൂ. മാറ്റുമ്പോൾ രണ്ടും കൂടി മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ നമ്മളതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. ചെയിൻ ഏകദേശം നമുക്ക് ഒരല്പം കൂടി വലിക്കാനുള്ളൂ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഇവിടുത്തെ പല്ലൊക്കെ ഒടിഞ്ഞു പോയേക്കാം. അതല്ല ഇത്രയും നീട്ടമുണ്ട്, പക്ഷേ ഈ പല്ല് ഒടിഞ്ഞേക്കാണ്. അതേപോലെ ഒന്നിടവിട്ടുള്ള പല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. ആ ചെയിൻ്റെ മാക്സിമം ഈ സൈഡ് പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ ഈ സൈഡ് പൊട്ടിപ്പോയിട്ടുണ്ട്, ഈ സൈഡ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ട ടൈമാണ് കഴിഞ്ഞ്. കാരണം ഇതിപ്പോൾ പോകുന്നതോറും ബാക്കിയത്തെ ലെഗ് കൂടി പെട്ടെന്ന് ഒടിഞ്ഞു പോകും. ചെയിൻ്റെ നല്ലൊരു ലൈഫ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പോക്കറ്റിൻ്റെ സൈഡിൽ ഓയിൽ കംപ്ലയിൻ്റ് ഉണ്ട്, ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ പ്ലഗ് റബ്ബറും ലീക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചെയിൻ സ്പോക്കറ്റ് മാറ്റുമ്പോൾ കൂട്ടത്തിൽ കൂടെ ബാക്ക് ഷോക്ക് കൂടി മാറ്റി വിടണം. എന്താ കേസെന്ന് വെച്ചാൽ, ബാക്ക് ഷോക്ക് ഓവറായിട്ട് ആക്ഷൻ കാണിക്കുന്നതോറും ചെയിൻ പുതിയത് ഇട്ടാൽ പോലും നമുക്ക് ബാക്ക് ഷോക്ക് അബ്സർ മാറ്റാതെ ചെയിൻ സ്പോക്കറ്റ് പുതിയത് ഇട്ട് കഴിഞ്ഞാൽ ഓവറായിട്ട് ആക്ഷൻ വരുമ്പോൾ ചെയിൻ ഓവർലാപ്പിങ് വലിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ചെയിൻ സ്പോക്കറ്റ് മാത്രം മാറ്റിക്കൊണ്ട് ഉപകാരമില്ല. നമുക്ക് ഷോക്ക് അബ്സർ കൂടി മാറ്റിയിട്ട് ചെയിൻ സ്പോക്കറ്റ് മാറ്റുകയാണെങ്കിലാണ് നിൽക്കുള്ളൂ. അത് രണ്ടും കൂടി ചെയ്താലാണ് അതുകൊണ്ട് ഗുണമുള്ളൂ കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ എൻജിൻ ഓയിൽ മാറണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സെൽഫുമായി ബന്ധപ്പെട്ട തന്നെ കംപ്ലയിൻറ്റ് ബാറ്ററിയുടെയാണ്. നമുക്കിതിനകത്ത് വരുന്നത് 2024 മോഡൽ ബാറ്ററി ആയിട്ടാണ് കാണുന്നത്. നമുക്ക് ബാറ്ററിയുടെ വാറണ്ടി കാലാവധി വരുന്നത് 24 മാസമാണ്. 2024 ബാറ്ററി ആയതുകൊണ്ട് 24 മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള ദിവസം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററിയുടെ ആണ് കംപ്ലയിൻറ്റ്. ജസ്റ്റ് ബാറ്ററിയുടെ ടെസ്റ്റ് ചെയ്തതിൻ്റെ കണ്ടീഷൻ കാണിച്ചു തരാം. അപ്പോൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടില്ല, 24 മാസം പൂർത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി വോൾട്ട് നോക്കുന്ന സമയത്ത് 12.87 നിലവിൽ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോണൊക്കെ അടിച്ച ഹോൺ വർക്ക് ചെയ്യും, ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വർക്കാവും. പക്ഷേ ബാറ്ററി സെൽഫ് അടിക്കുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്ന് പവർ പെട്ടെന്ന് എടുക്കും. മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ടൊരു വോൾട്ട് കിട്ടണം, ആംപിയർ വേണം. അപ്പോൾ അത് ആവശ്യപ്പെടുന്ന സമയത്ത് ബാറ്ററിക്ക് അത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കേസാണ് നോക്കണം. അതാണ് അങ്ങനെ കൊടുക്കാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് ആ ബാറ്ററി ബാറ്ററി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 12.9 കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളിവിടെ സെൽഫ് അടിക്കുമ്പോൾ വോൾട്ട് എടുക്കണം എങ്ങനെയാണോ അത് നമ്മളിവിടെ ഓൾറെഡി മീറ്റർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വോൾട്ട് പോകണമുണ്ട് 5.3 ഇഞ്ചിലേക്കൊക്കെ പോകണേ. 8.5 വോൾട്ടിൽ താഴേക്ക് പോയി ആ ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. ആ സ്ഥാനത്താണ് 5 സംതിങ്ങിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ബാറ്ററി മാറ്റിയാലാണ് നമുക്ക് സെൽഫ് വർക്കിംഗ് ആക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ വാറണ്ടി പീരീഡ് ഉണ്ടെങ്കിൽ നമുക്കത് പൈസ മുടക്ക് വരില്ല. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പറയാം. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഹെഡിനകത്തൊക്കെ നല്ല രീതിയിൽ കരിയുടെ പ്രസൻസ് ഉണ്ട്. തൽക്കാലം ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പോഴത്തെ ഒരു 10 വണ്ടി വന്ന 8 വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മുടെ വണ്ടിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളോ ഓവർഫ്ലോ കാര്യങ്ങളൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അപ്പോൾ കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അഴിക്കുകയും ചെയ്യേണ്ട. കാരണം വെച്ചാൽ ജനറൽ സർവീസിൽ ഓൾറെഡി കാർബറേറ്റർ ക്ലീനിങ് ഇല്ല. നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ തന്നെ അഡീഷണൽ പൈസ കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ രീതിയുടെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് അഴിക്കേണ്ട. അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കി കൈകാര്യം ചെയ്താൽ മതി കേസുകളൊക്കെ കേട്ടോ. കാരണം ഇപ്പോഴത്തെ പെട്രോളാണ് അതിൻ്റെ മെയിൻ വില്ലൻ. എത്തനോളാണ്. അത് കാർബറേറ്റർ കംപ്ലയിൻറ്റ് വരുത്തുന്നുണ്ട്. ഒട്ടുമിക്ക വണ്ടിയും കംപ്ലയിൻ്റ് ആയി. നമ്മുടെ വണ്ടിയും കംപ്ലയിൻറ്റ് വരും. പക്ഷേ അത് എന്നത്തേക്ക് വരും എന്നുള്ള കേസാണ് നമ്മൾ നോക്കേണ്ട കേസുള്ളൂ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ ഈ പറഞ്ഞ രീതികളെ വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ആ സീറ്റൊക്കെ വന്ന് അടയണ ഭാഗമുണ്ടല്ലോ ബാക്ക് സൈഡ് ടാങ്കുമ്മത്തെ. ഇവിടെയൊക്കെ ഓട്ടയുണ്ട്. കണ്ടതേ ഓട്ടയായിട്ട്
പെട്രോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ഗം വെച്ചിട്ട് സംഭവം തൽക്കാലത്തേക്ക് അടയ്ക്കാം. വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞേക്കണേ. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നോക്കിക്കോട്ടോ. ചേസിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെയൊക്കെ മൊത്തം ചെളി കാര്യങ്ങളൊക്കെയാണ്. ഇത് ചേസൊക്കെ തുരുമ്പിട്ടിരിക്കേണ്ടി നമുക്ക് അറിയാനായിട്ട് പറ്റില്ല ഇങ്ങനെ വരുന്ന സമയത്ത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ കവറൊക്കെ ഒന്ന് അഴിച്ച്, പുറമേത്തെ മോടിയല്ല നമ്മൾ നോക്കണ്ടേ, ഇടയ്ക്കൊക്കെ ഒന്ന് അഴിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചേസിൻ്റെ ഭാഗത്തൊക്കെ തുരുമ്പുണ്ടെങ്കിൽ അതങ്ങോട്ട് ക്ലീൻ ചെയ്ത് പെയിൻറ്റ് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ തുരുമ്പുകളും വലിയ വലിയ കംപ്ലൈൻറ്റിലേക്ക് പോകാണ്ട് നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. വർഷത്തിലൊരിക്കൽ തന്നെങ്കിലും ബോഡി ഒന്ന് അഴിച്ച് കഴുകി കയറ്റുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അഴിച്ച് കഴുകി ക്ലീൻ ചെയ്ത് കയറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞതിൻ്റെ ദിവസം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പറയാം. പിന്നെ ഫ്രണ്ടിലത്തെ ഷോക്ക് അബ്സറൊക്കെ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓയിൽ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിലവിലതൊന്നും കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അതിവിടെ ഓയിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. ആ സൈഡും കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കുറേ കൂടി ഓടിച്ചിട്ട് ചെയ്താലും മതി. കാരണം എന്തെങ്കിലും പൈപ്പ് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അതിനകത്ത് ഞാൻ ബാറ്ററിയുടെ എമൗണ്ടും കൂടി കൂട്ടണമുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. വാറണ്ടിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ വാറണ്ടിയിൽ കൊടുത്ത് മാറ്റാം. അപ്പോൾ ഇവിടെ നിന്ന് മേടിച്ചാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാറണ്ടി ക്ലെയിം ചെയ്യാം. ഇപ്പോൾ എവിടെ നിന്നാണ് മേടിച്ചതെന്ന് വെച്ചാൽ അവിടെ നിന്ന് തന്നെ ക്ലെയിമിന് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ രീതിയുടെ ടാങ്കിൻ്റെ കേസ് വാട്ടർ സർവീസ് ചെയ്യാനായിട്ട് ഓപ്പണായിട്ട് കഴുകുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം പറയണം. നമ്മുടെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ബാക്കിയത്തെ അത്യാവശ്യം വേണ്ട. ഇപ്പോൾ ടാങ്ക് പൊട്ടിക്കാനുള്ള MCL കാര്യങ്ങളൊക്കെ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടണം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. വീഡിയോ പൂർണ്ണമായിട്ട് കാണാം. ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് റിപ്ലൈ ചെയ്യാം. ഓക്കെ.